ഹായ്, ഞാൻ സ്നേഹ. ഇസൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധികം ഒന്നും സംസാരിക്കാത്ത കുറേ ആളുകളെ നമ്മൾ കാണാറുണ്ട്. അതായത് ചിലരെന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളുണ്ട്, ചിലർ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഒരുപാട് സംസാരിക്കുന്ന ആളുകളിൽ നിന്നും വളരെയധികം ഡിഫറെൻ്റ് ആണ് തീരെ സംസാരിക്കാത്ത ആളുകൾ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ആളുകളെ, അതായത് അധികം ഒന്നും പുറത്ത് പറയാതെ എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ആളുകളെ എങ്ങനെയാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ സൈനുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളൊരു ഇൻട്രോവേർട്ട് പേഴ്സൺ ആണ് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അവരെ അറിയാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇവരുടെ ഉള്ളിൽ സിനിമ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, പക്ഷേ പുറത്ത് നമുക്കത് അറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മിന്നി മാഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും, കുറേ ചിന്തകൾ ഇവരുടെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ ഇവരെപ്പോഴും ഈ ഒരു കാര്യവുമായിട്ട് തിരക്കിലായിരിക്കും. അതായത് ഇവരുടെ ചിന്തകൾ, സങ്കല്പങ്ങൾ ഇതെല്ലാമായിട്ട് ഇവർ ഫുൾ ബിസി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവരെപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക, ഇങ്ങനെ ചിന്തിക്കുക, ഈ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വലിയ രീതിയിൽ ആളുകളുമായിട്ട് ഇടപഴകാനൊന്നും ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് ആഗ്രഹങ്ങളും ചിന്തകളും ഒക്കെ ഇവരുടെ മനസ്സിൽ ഓടി നടക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് പുറമേ കാണുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റില്ല ഇവരുടെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ അവർക്കകത്ത് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ ഉണ്ടായിരിക്കും, എന്നാൽ നമുക്കത് തിരിച്ചറിയാനും പറ്റില്ല. അപ്പൊ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് ഇൻട്രോവേർട്ടിന്റെ ഒരു സൈൻ തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭയങ്കര ഒബ്സർവേഷൻ ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. എല്ലാം ഇവർ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും എന്നുള്ളതാണ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരെപ്പോഴും നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കും. ഇപ്പൊ ഇവരൊരു സ്ഥലത്തൂടെ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി എന്ന് വിചാരിക്കുക, അത് ഇവർ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നമോ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സ്ഥലത്ത് ഇവരുണ്ടെങ്കിൽ ഇവരൊന്നും പറയുന്നുണ്ടാവില്ല, പക്ഷേ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇവർ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ചിലപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഇത് പറയേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഒന്നും തെറ്റാതെ, നമ്മളാരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും ഇവര് അവിടെ പറയണ്ടായിരിക്കും. അത്രയും നല്ല ഒബ്സർവേഷൻ സ്കില്ല് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ഇവർക്ക് നല്ല രീതിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്മോൾ ടോക്കിനോട് ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അതായത് ചെറിയ ചെറിയ സംഭാഷണങ്ങൾ, ഇപ്പോൾ സുഖാണോ, നീ കഴിച്ചോ, എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കുന്നതിനോട് ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഭയങ്കര ഡീപ്പായിട്ടുള്ള കോൺവെർസേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഇവർ കൊടുക്കാറുണ്ട്. അതായത് ഒരുപാട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ്ത്തോന്തൊക്കെ വിളിച്ചു പറയാം, അവരുടെ കുറ്റം ഇവരുടെ കുറ്റം അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇമോഷണലി എന്തെങ്കിലുമൊക്കെ അവരോട് സംസാരിക്കാനുണ്ടെങ്കിൽ, നിങ്ങളുടെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, അതൊക്കെ ഒത്തിരി നല്ല ഡീപ്പായ രീതിയിലുള്ള കോൺവെർസേഷൻസ് ഒക്കെ അവർക്ക് ഇഷ്ടമാണ്. ചെറിയ രീതിയിലുള്ള ഈ ഒരു സുഖമാണോ ചോദ്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരത്തിനോടൊന്നും ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും വേണ്ട, ഇവരങ്ങനെ അയക്കില്ല. ഇപ്പൊ റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ കാണാറുണ്ട്, പലരും പറയുന്നൊരു കംപ്ലൈന്റ് എന്ന് പറയുന്നത്, ഇടയ്ക്ക് പോലും എനിക്ക് ചെറിയൊരു മെസ്സേജ്, എന്ത് ചെയ്യുന്നു, കഴിച്ചോ, ഇങ്ങനെയുള്ള മെസ്സേജ് ഒന്നും ആൾ അയക്കാറില്ല എന്നുള്ളതാണ്. ബിക്കോസ് അവരതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതല്ലാതെ അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, അവർ ആ രീതിയിലുള്ളൊരു പേഴ്സൺ ആണ്. അതായത് അതിനോട് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷെ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ്, കോൺവെർസേഷൻസ് ഇതിനോടൊക്കെയാണ് ഇവർക്ക് താല്പര്യം ഉണ്ടായിരിക്കുക. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പെട്ടെന്നൊന്നും ഇവർ ആർക്കും ഒരു പിടുത്തവും കൊടുക്കില്ല. അതായത് ഇവരുടെ കാര്യങ്ങളൊന്നും ഇവർ ആരുടെ പെട്ടെന്ന് ഷെയർ ചെയ്യില്ല എന്നുള്ളതാണ്. ഇവർക്ക് ഒത്തിരി വിശ്വാസം തോന്നുന്ന, ഒത്തിരി ഇഷ്ടപ്പെടുന്ന, അത്രയും ആൾ ഓക്കെ ആണെന്ന് ഫീൽ ചെയ്താൽ മാത്രമാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ പറയുള്ളൂ. അതും എല്ലാതൊന്നും തുറന്നു പറയാനുള്ള സാധ്യതയില്ല. അതായത് പെട്ടെന്ന് ഇവർ ഒരാളെ ഫ്രണ്ടായിട്ട് സ്വീകരിക്കില്ല, അത്രയും ക്ലോസ് ആയിട്ടൊരു പേഴ്സണെ അവർ സ്വീകരിക്കില്ല. പക്ഷേ ഒരു പ്രാവശ്യം അവർ ആ ഒരാളെ ഇവരുടെ ഫ്രണ്ടാക്കുക, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഇവരെ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇവരവരെ വിടൂല്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു വളരെ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ടൈപ്പിലുള്ള ആളുകൾ കൂടിയാണ് ഇവര്. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ, എങ്കിലും ഇതിലുള്ള ഒട്ടുമിക്ക ആളുകളും ഒത്തിരി ജെന്യുവൻ ആയിട്ടുള്ള ആളുകളാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ, അതായത് എല്ലാവരോടൊന്നും ഇവരുടെ എല്ലാ കാര്യവും ഷെയർ ചെയ്യൊന്നുമില്ല, വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ ഇവര് മറ്റുള്ളവരോട് പറയുള്ളൂ. പക്ഷേ ഇവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള, ഒത്തിരി വിശ്വാസം തോന്നുന്ന ആ ഒരാളുടെ മാത്രമാണ് ഇവരെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുള്ളൂ. മിക്കപ്പോഴും ഇവർ പലതും, ഇവരുടെ കുറേ കാര്യങ്ങൾ കുറച്ച് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുക, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ഇവർ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ആ ഒരാളെ ആ രീതിയിൽ തന്നെ സ്നേഹിക്കാൻ ഇവർക്ക് കഴിയും എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവര് എല്ലാ കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കുന്ന ആളുകളാണ്. അതായത് എല്ലാം, ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലോ സങ്കടം വന്നു കഴിഞ്ഞാലോ അതൊന്നും വലിയ രീതിയിൽ പ്രകടിപ്പിക്കില്ല, എല്ലാം ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ
സംഭവിച്ചു കഴിഞ്ഞാലും ആളത് ഉള്ളിൽ തന്നെ വെക്കും. അതിനെ തുടർന്നൊരു പ്രശ്നം ഉണ്ടാക്കണമെന്നൊന്നും ആൾ വിചാരിക്കില്ല. അതങ്ങനെ സഹിച്ചിരിക്കാം എന്നുള്ളൊരു മൈൻഡായിരിക്കും. പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഉള്ളിൽ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് ഇഷ്യൂസ്, അതായത് ഇമോഷണലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മാനസികപരമായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. കാരണം ഒരുപാട് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വെക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഇവർക്ക് ഒരുപാട് ഉണ്ടായിരിക്കും. പക്ഷേ ഒരു ദിവസം ഇതെല്ലാം പൊട്ടിത്തെറിക്കും എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കാര്യം വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇവർക്ക് ആ ഒരു സ്ട്രെസ് ഒക്കെ കൂടാനും അതിൻ്റെ ഭാഗമായിട്ട് ഇവരിങ്ങനെ പെട്ടെന്നൊരു പൊട്ടിത്തെറിയൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു പൊട്ടിത്തെറിയിൽ എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറയുകയും ചെയ്യും. അപ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് വെട്ടി തുറന്ന് പറയുന്ന ആളുകളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കാര്യം പുറത്ത് പറയും. പക്ഷെ ഇവരെന്ന് പറയുമ്പോൾ ഒരുപാട് നാൾ മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആളത് ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടേ ഇരിക്കണ്ടാവും. അതായത് അതൊന്നും തുറന്നു പറയില്ല, സഹിച്ചിങ്ങനെ ഇരിക്കണ്ടാവും. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അതെല്ലാം പുറത്തേക്ക് വരികയും ചെയ്യും. ഇതിൽ ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവർ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതായത് ആരും കൂടെ വേണം എന്നുള്ള ഒരു ചിന്താഗതി ഒന്നും അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ എല്ലാവരും ഉള്ളത് ഇഷ്ടമാണ് കേട്ടോ. ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആണെങ്കിലും സ്നേഹിക്കുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും കൂടെ ഉള്ളത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിലും ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതൊരിക്കലും തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇപ്പം നമ്മുടെ പാർട്ട്ണറൊക്കെ ഇങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പോയിട്ട് ദേഷ്യപ്പെടണം, എന്താ എപ്പോഴും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണത്, ഞാൻ നിങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നില്ലേ, എന്നിട്ട് എൻ്റെ അടുത്തൊരു വാക്ക് മിണ്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഭാര്യമാരൊക്കെ കംപ്ലൈൻറ്റ്സ് പറയാറുണ്ട്. അതേപോലെ ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിലും ഭാര്യമാരെ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോഴും അങ്ങനെ ആരാണെങ്കിലും നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് അങ്ങനെ നമ്മൾ പറയാതിരിക്കുക. കാരണം അവരുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും. ആള് ചിലപ്പോൾ അധികം ഒന്നും സംസാരിക്കാത്ത ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും, അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളായിരിക്കും. എന്ന് കരുതി നിങ്ങളെ ഇഷ്ടമല്ല എന്നുള്ളതല്ല അർത്ഥം. പക്ഷേ ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവരെ ഒറ്റയ്ക്ക് വിടുക. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, അവരും ഈ പറയുന്ന ഇങ്ങനെ പുറത്തൊന്നും അധികം പ്രകടിപ്പിക്കാത്ത ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇവർക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്, നല്ല കേൾവിക്കാർ കൂടി ആയിരിക്കും കേട്ടോ. എല്ലാ കാര്യങ്ങളും നന്നായി കേട്ടിരിക്കാൻ ഇഷ്ടമുള്ള ആളുകളൊക്കെ ആയിരിക്കും. ആരെന്ത് പറയുമ്പോഴും ഓക്കെ നല്ല രീതിയിൽ അത് കേട്ടിരിക്കും. ആ ഒരു പേഴ്സണിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കാനും ഇവർക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന പല സ്വഭാവങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു ഇൻട്രോവേർട്ട് പേഴ്സൺ ആണ്. ഇൻട്രോവേർട്ട് എന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല, എങ്കിലും പുറത്ത് വല്ലാണ്ട് ആരോടും അധികം സംസാരിക്കാത്ത, തുറന്നു പറയാത്ത രീതിയിലുള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ. അപ്പൊ അത് ഈ ഒരു കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്കാണ് ഈ സ്വഭാവങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ഈ പറയുന്ന രീതിയിലുള്ളതാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ആളുകൾ വല്ലാണ്ട് ആളുകളുമായിട്ട് ഇടപെടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താതിരിക്കുക, അവരങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് പെരുമാറിയാൽ മതി, ആ രീതിയിൽ മനസ്സിലാക്കി പെരുമാറിയാൽ മതി. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അവരെയും വിഷമിക്കാതിരിക്കുക കേട്ടോ, അത് വേറൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറേ പേർക്ക് സംശയം തോന്നിയിട്ടുണ്ട് ഈ കാര്യത്തിൽ. ഇതെങ്ങനെ അറിയാൻ പറ്റുക, ആളിങ്ങനെ മിണ്ടാതൊക്കെ ഇരിക്കാറുണ്ട്, അധികം ഒന്നും പറയാറില്ല, എന്ത് സംഭവിച്ചാലും പറയില്ല, ഞാൻ എന്ത് പറഞ്ഞാലും തിരിച്ചൊരു റെസ്പോൺസ് ഇല്ല, എന്താണ് ഇതിങ്ങനെ എന്നുള്ളത് കുറേ പേര് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്